എനിക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം? ഞാനൊന്നും തുറന്നാൽ കിട്ടൂല, കാരണം അള്ളാഹ് എന്നെ പറ്റിച്ചാൻ വേണ്ടി പറഞ്ഞതാണ് തരാന്ന്. അങ്ങനെ നമുക്ക് തോന്നിയാൽ പിന്നെ അങ്ങനെ കിട്ടുക? നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്, പറ്റിക്കാൻ പറഞ്ഞൊന്നല്ല. നമ്മൾ തുറന്നാൽ ഇജാബത്ത് കിട്ടുമെന്ന് ആദ്യം ഞമ്മക്കണ്ട് തോന്നണം, എന്നാൽ കിട്ടും. ഞാൻ കലിമ ചൊല്ലിയിട്ടേ മരിക്കൂ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കലിമ ചൊല്ലി മാത്രമേ മരിക്കുകയുള്ളൂ. നിങ്ങൾ സനത് വാങ്ങിയിട്ടേ നിൽക്കുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? സനത് വാങ്ങിയിരിക്കും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയവും അങ്ങനെയാണ്. നമ്മുടെ തീരുമാനം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇലാഹിയായ വഴിയിലെ കമാലിയത്തിനെ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഒരിക്കലും അതിലേക്ക് എത്തിച്ചേരാതിരിക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളുടെ സംസാരത്തിൽ തങ്ങളവറുകൾ ദീർഘമായി പറഞ്ഞത് അദബ് പാലിക്കുന്നതിനെക്കുറിച്ചാണ്. മുതഅല്ലിമീങ്ങൾ വളരെയധികം അദബുള്ളവരായിരിക്കണം. ശൈഖുനാ അത്തിപ്പറ്റ് ഉസ്താദ് മുതഅല്ലിമീങ്ങളോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു. രാത്രി എവിടെയെങ്കിലും വല്ല പരിപാടിക്കും പോയാൽ സ്പെഷ്യലായ ഭക്ഷണങ്ങൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. മുതഅല്ലിമീങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം, വിജയിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇതൊരു വലിയ ബർക്കത്തുള്ള വഴിയാണ്. ഞാനൊരു സാങ്കല്പിക കഥ പറയാം നിങ്ങളോട്. ഞാനത് പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പള്ളിക്ക് റമദാൻ മാസം കഴിഞ്ഞിട്ട് ഷവ്വാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരിക്കൽ ദർസിൻ്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞപ്പോലോട് ഈ സംഭവം പറഞ്ഞു. സ്കൂള് പഠിച്ച് 10ാം ക്ലാസ് വരെ പോയി നല്ലോണം മാർക്കൊക്കെ കിട്ടി ഒരു 5-6 A+ ഒക്കെ ഉണ്ടെങ്കിൽ +2 എന്തായാലും പറഞ്ഞേക്കണം, പഠിക്കട്ടെ. +2 അത്യാവശ്യം തിരക്കടില്ലാതെ ജയിച്ചാൽ ഡിഗ്രിക്ക് പറഞ്ഞേക്കണം. ഡിഗ്രിയും കഴിഞ്ഞാൽ വല്ല B.Ed എന്തെങ്കിലും എടുക്കണം, മാഷ് ആവണം, അല്ലെങ്കിൽ പിന്നെ MA പഠിപ്പിക്കണം, ഉഷാറാവണം. SLC ജയിച്ചില്ലാന്ന് കൂട്ടുക, ഒരു 4 A+ കിട്ടിയില്ല, കഷ്ടിച്ച് Bയും Cയും ഒക്കെ കൂടി ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി കാലൊടിഞ്ഞില്ലാന്നേ ഉള്ളൂ, രക്ഷപ്പെട്ടതാണ് എന്ന് വെക്കുക. എന്നാൽ പിന്നെ ആ പണിമ വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് കൊണ്ടേക്കുക. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. ജൂനിയേഴ്സിന് എല്ലാ പ്രയാസമുള്ള പണിയും കിട്ടും. പഞ്ചസാര ചാക്ക് ഏറ്റലും ഉപ്പും ചാക്ക് പൊടിച്ചു കൊടുക്കലൊക്കെ ജൂനിയേഴ്സിൻ്റെ പണി കഴിക്കാനും. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന് നമ്മൾ തയ്യാറായേ പറ്റുമോ. അതിന് കോളേജിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജൂനിയേഴ്സിന് കുറച്ച് പ്രയാസമുള്ള ജോലികളുണ്ടാവും, അതിന് തയ്യാറാവണം, എന്നാലേ സീനിയറാവുള്ളൂ. ചെന്നൈക്കിന് ആരും സീനിയറാവുമൊന്നുമില്ല, ഒന്നിലും സീനിയറാവില്ല. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലും എല്ലാവരും ജൂനിയേഴ്സാണ്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഈ വലുപ്പത്തിൽ ഇങ്ങനെ ഉമ്മ വെറ്റപ്പോൾ തന്നെ ഇങ്ങനെ വയത് വരാൻ തുടങ്ങിയൊന്നല്ല. ആദ്യം ജൂനിയറായിട്ട് പിന്നെ സീനിയറായതാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജൂനിയേഴ്സിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്, അത് സഹിച്ചേ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് പഞ്ചസാര ചാക്കൊക്കെ ഏറ്റിങ്ങനെ പോയി ഉഷാറായി കുഴപ്പമില്ല എന്ന് തോന്നിയാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി എവിടേക്കേലും പോകുമ്പോൾ ആ ക്യാഷ് കൗണ്ടർ ഒന്ന് ശ്രദ്ധിക്കൊണ്ടു എന്ന് പറയും. അത് വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്താലേ അടുത്ത പ്രാവശ്യം പർച്ചേസിന് പോകുമ്പോൾ കൊണ്ടുപോകും. ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പർച്ചേസ് ചെയ്യൽ. വിൽക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വാങ്ങണത്. വാങ്ങണ്ടോടത്തുനിന്ന് വാങ്ങണം. വിൽക്കലെവിടെയും വിൽക്കാം, വിൽക്കലെവിടെയും വിൽക്കാം. എല്ലാം തീക്ക് എടുത്തോളിട്ടോ. വിൽക്കലെവിടെയും വിൽക്കാൻ പറ്റും, പക്ഷെ വാങ്ങണത് വാങ്ങണ്ടോടത്തുനിന്നായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പർച്ചേസിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ക്യാഷ് കൗണ്ടർ കൈകാര്യം ചെയ്തപ്പോൾ നല്ല വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്താൽ മുതലാളി പർച്ചേസിന് കൊണ്ടുപോകും. പർച്ചേസ് നടത്തുന്ന സ്ഥലമൊക്കെ കണ്ട് പരിചയപ്പെട്ട് അതിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഓൻ പറയും, അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്, ഞാനത് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇജ്ജ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടോ, ഞാനും സഹായിക്കാമെന്ന് പറയും. രണ്ടാളും കൂടി പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിങ്ങാണ്ട് വലിയൊരു പൈസക്കാരനാവാം. നല്ല തന്നെയാണ്. പൈസയും വേണം,
കാര്യങ്ങൾ നടക്കണേ പൈസ വേണമല്ലോ, അങ്ങനെ ആയിക്കോട്ടെ. അല്ല, 4 ദിവസമൊക്കെ പോയിട്ട് ഇങ്ങനെ സിമൻറ്റും ചാക്കല്ല പിന്നെ പഞ്ചസാര ചാക്കൊക്കെ ഇങ്ങനെ ഏറ്റിയപ്പോൾ ഓനൊരു ഇടങ്ങേറ്. ഓൻ വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഇന്നെക്കൊണ്ട് ഈ പണി നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അയക്കണ്ട, അടുത്ത പരിപാടി കോഴിപ്പീടിയിൽ നിർത്തുക. അതിൻ്റെ തൊട്ട് താഴെ മോശം എന്നല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. ഇറച്ചി കച്ചവടം ചെയ്യണവരും മീൻ കച്ചവടം ചെയ്യണവരും പെര കയറ്റിയിട്ടും കുട്ടികളെ കെട്ടിയിട്ടും കടം വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എന്നോട് യോജിപ്പുണ്ടോ ഇല്ല എന്നറിയില്ല. മീൻ കച്ചവടം ചെയ്യണവരും ഇറച്ചി കച്ചവടം ചെയ്യണവരും പെര കയറ്റിയിട്ടും കുട്ടികളെ കെട്ടിയിട്ടും കടം വരുത്തി വെക്കാറില്ല. ഒരു മനുഷ്യന് കടം വരുന്ന 2 പ്രധാനപ്പെട്ട വഴിയാണ്, ഒന്ന് കുട്ടികളെ കെട്ടിക്കൽ, ഒന്ന് പെരപ്പണി. പക്ഷേ മീൻ കച്ചവടക്കാരോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇറച്ചി കച്ചവടക്കാരോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ നല്ലൊരു ബർക്കത്തുള്ള പരിപാടിയാണ്. മട്ടത്തിന് അറുത്തിട്ട് തന്നെയാണ് കൊടുക്കണതെങ്കിൽ നല്ല ബർക്കത്തുള്ള പരിപാടിയാണ്, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് നടക്കൂലെങ്കിൽ പിന്നെ കോഴിപ്പീടിയിൽ നിർത്തുക, അല്ലെങ്കിൽ മീൻ കച്ചവടത്തിന് നിർത്തുക. ആ കോയിനെങ്ങനെയാണ്ട് വെട്ടുമ്പോൾ ചോര മേത്തേക്കിന് തെറിക്കും. അപ്പോൾ ഓനെ സഹിക്കാൻ പറ്റണില്ല. വാപ്പാട് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഇന്നെക്കൊണ്ട് ഈ പണി നടക്കൂല എന്ന് പറഞ്ഞാൽ അടുത്തത് വർക്ക്ഷോപ്പിൽ നിർത്തുക. മോട്ടോർ സൈക്കിൾ നേരാക്കാൻ, കാറ് നേരാക്കാൻ നല്ല പണിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല പണിയാണ്. ജീവിതത്തിൻ്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ ആളുകളെ സഹായിക്കലാണ് വർക്ക്ഷോപ്പ്. നല്ല പരിപാടിയാണ്, നല്ല പണിയാണ്, ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ മേത്ത് കരിയാവും. തുണിങ്ങപ്പായ നല്ല എടുത്ത് പോയിട്ട് കാര്യമില്ല, അതിൽ കരിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓനെ സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ വാപ്പ വലിയ ആളായിട്ട് ഇപ്പോൾ ഞാൻ മേത്ത് കരിയാക്കി ഇങ്ങനെ നടക്കണമെന്നാണ് തോന്നണേ, സഹിക്കാൻ പറ്റണില്ല. വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇന്നെക്കൊണ്ട് വാപ്പ ഈ കാര്യം പറ്റൂല എന്ന് പറഞ്ഞാൽ അടുത്തതായി ഓതാൻ പറഞ്ഞേക്കുക പള്ളിയേക്ക്. അടുത്ത പരിപാടി ഓതാൻ പറഞ്ഞേക്കുക പള്ളിയേക്ക്. അങ്ങനെ പള്ളിയേക്ക് ഓതാൻ പോയി ഒരു 2 കൊല്ലം 3 കൊല്ലം ഇങ്ങനെയാണ്ട് ഓതി, വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇങ്ങനെയാണ്ട് എടുത്ത് ചെറിയൊരു തലകെട്ടൊക്കെ കെട്ടിയിട്ട് റമദാൻ മാസത്തെ ഒഴിവിന് നാട്ടിൽ വന്നിട്ട് ജുമാൻ്റെ ശേഷം അങ്ങോട്ട് നീച്ചെന്ന് വർത്താനം പറഞ്ഞാൽ എല്ലാ പൈസക്കാരും ആജയന്മാരും മൂക്കത്ത് വിരലിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കും. കുഞ്ഞാമീൻ്റെ ചെറുക്കൻ തന്നെ അല്ലപ്പാ പറയണത്. ജീവിതത്തിലെ വലിയൊരു മാറ്റമാണത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? 2 കാരണങ്ങളെ കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. 2 കാരണങ്ങളെ കൊണ്ടാണ് ഈ മാറ്റമുണ്ടാകുന്നത്. ഒന്ന്, സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത്. ഏതാണ് ഈ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത്? സംഗതി ഇപ്പം നമ്മൾ വിചാരിക്കും പള്ളിക്കങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ മുത്താലിമ്യങ്ങളെ ഷീപ്പാക്കണ കുറേ വയസ്സായ ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് തോന്നും അയാളിപ്പോൾ എന്നെ നന്നായത് എന്നാന്നുള്ളത് പ്രശ്നമല്ല, നന്നായില്ലേ, അതാ പ്രശ്നം. എന്നാന്നുള്ളതൊരു പ്രശ്നമുള്ള കാര്യമല്ല. മാലം യുഗർഗർ നന്നായാൽ മതി. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് നന്നായാൽ അള്ളാഹു സ്വീകരിക്കുകയും നമ്മക്കേ മടിയുള്ളൂ. ഓപ്പം എന്നെ ഇങ്ങനെ കുറേശ്ശിയായത്, അള്ളാഹ്ക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അള്ളാഹു തആല സ്വീകരിക്കും. അപ്പം നന്നായൊരു ഓലും നന്നായവർ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. സ്വാലിഹീങ്ങളായ കുറേ ആളുകളുടെ സുഹ്ബത്ത് കിട്ടും. സഹാബത്ത് റളിയല്ലാഹു അൻഹും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി പോയതായിരുന്നില്ല, അവർ സുഹബത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഇൽമ് കിട്ടിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇൽമ് പഠിക്കാൻ പോയതല്ല, പിന്നെന്തിനെ അവിടെ അങ്ങനെ ഇരിക്കാൻ പോയതാണ്. ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് തിബു വന്നിസാഅ വഖുറത്തു ഐനി ബിസ്സലാ. KL 65J 118 എന്ന വണ്ടി നിലവിലിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. KSEBക്ക് മകം മുറിക്കാനുള്ള ആളുകൾ വന്നിട്ടുണ്ട്, ഉടനെ അവിടെ നിന്ന് മാറ്റി കൊടുക്കണം. ഹബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് തിബു വന്നിസാഅ വഖുറത്തു ഐനി വജുഇലത് ഖുറത്തു ഐനി ബിസ്സലാ. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് 2 കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. ഒന്ന് സുഗന്ധവും മറ്റൊന്ന് സ്ത്രീയുമാണ്. രണ്ടാമത്തേത് നിസ്കാരത്തിലെ കണ്ണിൻ്റെ കുളിർമയുമാണ്. സഹാബത്തെ നിങ്ങൾക്ക് ഏതാ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പൊന്നാര നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാൻ പോയതല്ല, മുഖത്തേക്ക് നോക്കാൻ പോയതാണ്.